പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. മിത്രഭാവേനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. തൃശൂരും തിരുവനന്തപുരത്തും UDFന് കൂടുതൽ MLA-മാർ വന്നാൽ മാത്രമേ ഭരണം നേടാനാകൂവെന്ന് മുരളീധരൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ലെന്നും മുരളീധരൻ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. റോയിയുടെ ഡയറിയും മൊബൈൽ ഫോണുകളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ഞായറാഴ്ച. ആദായ നികുതിയിലടക്കം പുതിയ പരിഷ്കാരങ്ങൾ വരുമോ എന്ന് ഉറ്റുനോക്കി രാജ്യം. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച് കേരളം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് ബലക്ഷയം. അറ്റകുറ്റപ്പണികൾക്കായി പാലം അടയ്ക്കും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. കാട്ടൂർ സ്വദേശിനിയുടെ 8.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RDO ഓഫീസിൽ സൂക്ഷിച്ചത്. തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വൻ ജനപങ്കാളിത്തം. നാടകോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല വീഴും. വാർത്തകളിലേക്ക് വിശദമായി. മിത്രഭാവേനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു. മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന V ബലറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മാത്യു കുഴൽനാടൻ MLA-ക്ക് ഗുരുവായൂരിൽ സമ്മാനിക്കുകയായിരുന്നു കെ മുരളീധരൻ. ശത്രുക്കളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് മിത്രഭാവേനയുള്ള ശത്രുക്കളെയാണ്. ഇവർ പാർട്ടിയിൽ നിന്ന് എവിടെയും പോകില്ല. ഇലക്ഷൻ കാലത്ത് പണിയാൻ വരും. പാർട്ടി കരുത്തനുസരിച്ച് ജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം. ഇവിടെ ആരെയും പിടിച്ചു കെട്ടിയിടുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരും തിരുവനന്തപുരത്തും UDFന് കൂടുതൽ MLA-മാർ വന്നാൽ മാത്രമേ കോൺഗ്രസിന് ഭരണം നേടാനാകൂ. ഇത്തവണ സ്ഥാനാർത്ഥികളുടെ തള്ളു കൂടുതലാണ്. കോൺഗ്രസിൽ നിന്നുള്ളവരെ റാഞ്ചാൻ CPM സമ്പന്നന്മാരെ ഉപയോഗിക്കുന്നു. തന്നെ അതിന് കിട്ടില്ലെന്നാണ് ശശി തരൂർ പറഞ്ഞതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻകുട്ടി, ജോസ് വള്ളൂർ, ട്രസ്റ്റ് സെക്രട്ടറി VK ജയരാജൻ, PV ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. താല്പര്യമില്ലാത്തവരെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നതാണ് പിണറായി വിജയന്റെ ശൈലിയെന്ന് മാത്യു കുഴൽനാടൻ MLA. V ബലറാം സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി ഗുരുവായൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചതിന് ഒന്നിനു പുറകെ ഒന്നായി നിരവധി അന്വേഷണങ്ങൾ തനിക്കെതിരെ വന്നു. എത്ര സത്യസന്ധമായി പ്രവർത്തിച്ചാലും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നുവെന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രയാസം. എന്നാൽ വലിയ തെറ്റുകൾ ചെയ്തവർക്ക് മാധ്യമങ്ങളെ മാനേജ് ചെയ്ത് അവരുടെ തെറ്റുകൾ മറയ്ക്കാൻ കഴിയും. അവർക്ക് വേണ്ടി വാദിക്കാൻ ആളുണ്ടാകുമെന്നാണ് ഇന്നത്തെ ദുര്യോഗമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും വലിയ പ്രയാസം അതാണ്. നമ്മൾ എത്ര സത്യസന്ധമായി എത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ സംശയത്തിന്റെ നിഴലിൽ നമ്മളെ നിർത്താൻ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്നതാണ്. എന്നാൽ വലിയ തെറ്റ് ചെയ്തവർക്ക് മാധ്യമങ്ങളെ അടക്കം മാനേജ് ചെയ്തുകൊണ്ട് അവരുടെ തെറ്റുകളെ മറയ്ക്കാൻ കഴിയുന്നു. അവർക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഇന്നത്തെ ദുര്യോഗം. E ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത കുറവ് ഈ പദ്ധതിക്കാണ്. E ശ്രീധരനാണ് കോൺഗ്രസ് ഭരണകാലത്ത് കൊങ്കൺ റെയിൽവേ പൂർത്തീകരിച്ചതെന്ന് മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂഡിലല്ല താനെന്നും എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണം അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് റോയിയുടെ ഡയറി കസ്റ്റഡിയിലെടുത്തു. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്നാരോപിച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ TJ ജോസഫ് പോലീസിൽ നിന്ന് പരാതി നൽകിയ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. അതേസമയം റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി. ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം നാളത്തേക്ക് മാറ്റി. ബന്ധുക്കൾ വിദേശത്ത് നിന്ന് എത്താൻ വൈകുന്നതാണ് സംസ്കാരം മാറ്റിയത്.
ഇന്ന് സംസ്കാരം നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ബന്നാർഘട്ടയിൽ റോയിയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിലാണ് സംസ്കാരം. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത് ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്. തുടർച്ചയായി 9 ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ഇതോടെ നിർമ്മലാ സീതാരാമന് സ്വന്തമാവുകയാണ്. ആദായ നികുതിയിലടക്കം പുതിയ പരിഷ്കാരങ്ങൾ വരുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 5, 9, 10, 11 തീയതികളിൽ ബജറ്റിന്മേൽ പാർലമെന്റിൽ ചർച്ച നടക്കും. 11-ന് ധനമന്ത്രി മറുപടി നൽകും. സിഗരറ്റ് വില ഞായറാഴ്ച മുതൽ കുത്തനെ ഉയരും. ചരക്കു സേവന നികുതി, എക്സൈസ് തീരുവ പരിഷ്കരണം എന്നിവയെ തുടർന്നാണ് വില ഉയരുന്നത്. നീളമനുസരിച്ച് സിഗരറ്റ് വിലയിൽ 15 മുതൽ 30% വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിൽപ്പനയുള്ള 65 മില്ലിമീറ്ററിൽ താഴെ നീളമുള്ള സിഗരറ്റുകൾക്ക് 15% വരെയും അതിനു മുകളിൽ 30% വരെയും വിലവർധനയുണ്ടാകുമെന്നാണ് സൂചന. ഉപയോഗം കുറയ്ക്കാനാണ് സിഗരറ്റിന് ഉയർന്ന നികുതി നിരക്ക് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നത്. നികുതി ഉയരുന്നതോടെ അടുത്ത സാമ്പത്തിക വർഷം സിഗരറ്റ് ഉപഭോഗത്തിൽ 6 മുതൽ 8% വരെ കുറവുണ്ടാകുമെന്നാണ് കരുതുന്നത്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള ആദ്യ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. 5.5 പതിറ്റാണ്ട് പഴക്കമുള്ള പാലത്തിന്റെ ബെയറിങ്ങുകളിൽ ഗുരുതര ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. എറണാകുളം തൃശൂർ ദിശയിലെ പാലത്തിനാണ് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നത്. 9 തൂണുകളിലെ ബെയറിങ്ങുകൾക്ക് തകരാറുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇവ പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാൻ എത്ര മാസങ്ങൾ വേണ്ടിവരുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ഒരു പാലം മാത്രമുണ്ടായിരുന്ന 1998 കാലത്ത് ഇതുപോലൊരു അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. ഇന്ന് ബദൽ സംവിധാനമുണ്ടെങ്കിലും 10,000-കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുമെന്നുറപ്പാണ്. പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതും ഗതാഗതക്കുരുക്ക് 10 മടങ്ങ് വർദ്ധിപ്പിക്കും. അറ്റകുറ്റപ്പണികൾ നീണ്ടുപോയാൽ മഴക്കാലവും വലിയ വെല്ലുവിളിയാകും. എങ്കിലും എത്രയും വേഗം പ്രവൃത്തികൾ തുടങ്ങാനാണ് ദേശീയപാത അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. 1972-ലാണ് ഈ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. TCV ന്യൂസ്, ചാലക്കുടി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. 2003 മരിച്ച കാട്ടൂർ സ്വദേശി റംലത്തിന്റെ 8.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RDO ഓഫീസിൽ സൂക്ഷിച്ചിരുന്നത്. റംലത്തിന്റെ മക്കൾ പ്രായപൂർത്തിയാകുന്നതുവരെ സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് കോടതി റവന്യൂ വകുപ്പിനെ ഏൽപ്പിച്ചത്. എന്നാൽ മക്കൾക്ക് പ്രായപൂർത്തിയായ ശേഷം ആഭരണങ്ങൾ തിരികെ വാങ്ങാൻ എത്തിയപ്പോഴാണ് സൂക്ഷിച്ചിരുന്ന സ്വർണം മുക്കുപണ്ടമാണെന്ന വിവരം പുറത്തറിയുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ സൂക്ഷിച്ച സ്വർണം മാറ്റപ്പെട്ടത് അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനാണ് കളക്ടറുടെ ഉത്തരവ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവം തൃശൂരിൽ തുടരുന്നു. 8 ദിവസത്തെ നാടകോത്സവം ഞായറാഴ്ച സമാപിക്കും. നാടകോത്സവത്തിന്റെ 7ാം ദിവസമായ ശനിയാഴ്ച പ്രധാന വേദിയായ റീജിയണൽ തിയേറ്ററിൽ എറണാകുളം കളിമുറ്റം നാടക സംഘം അവതരിപ്പിച്ച 90 മിനിറ്റ് ദൈർഘ്യമുള്ള ബൈ ബൈപ്പാസ് എന്ന നാടകം അരങ്ങേറി. സർക്കാർ നിർദ്ദേശിക്കുന്ന ബൈപ്പാസ് പദ്ധതിയുടെ ഭീഷണിയിൽ അകപ്പെടുന്ന ഒരു കുടുംബത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ നാടകം. സിനിമാ താരം റോഷൻ മാത്യു ആണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്.
ജപ്പാൻ നാടകമായ ഹാംലെറ്റ് ടോയ്ലറ്റ്, ബ്രസീലിയൻ നാടകമായ എ സ്ക്രീം ഇൻ ദ ഡാർക്ക്, മലയാളം നാടകമായ സ്ക്രീമർ എന്നിവയും അരങ്ങിലെത്തി. വിവിധ നാടകങ്ങളുടെ അണിയറ പ്രവർത്തകരുമായുള്ള സംവാദവും നടന്നു. നാടകോത്സവത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച ഹാംലെറ്റ് ടോയ്ലറ്റ്, ദി ഫാർ പോസ്റ്റ്, എ സ്ക്രീം ഇൻ ദ ഡാർക്ക്, മെസൂക്ക് എന്നീ നാടകങ്ങൾ പ്രദർശിപ്പിക്കും. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് സമാപന സമ്മേളനം. തുടർന്ന് രാത്രി 8:30 തകര മ്യൂസിക് ബാൻഡിന്റെ ലൈവ് പെർഫോമൻസും ഉണ്ടാകും. TCV ന്യൂസ്, തൃശൂർ. ഒല്ലൂരിൽ 10 വർഷത്തിനിടെയുണ്ടായത് വിപ്ലവകരമായ വികസന കുതിപ്പാണെന്ന് മണ്ഡലം MLA കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ പദ്ധതികൾക്കായി ബജറ്റിലൂടെ മാത്രം അനുവദിച്ചത് 137.70 കോടി രൂപയാണ്. ഇതിനു പുറമെ വിവിധ വകുപ്പുകളിലൂടെ 30 കോടിയിലധികം രൂപയും ഇതിനോടകം മണ്ഡലത്തിന് നേടാനായി. നമ്മുടെ മണ്ഡലമായിട്ടുള്ള KFRAയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 13,20,00,000 രൂപയും അതുപോലെ തന്നെ പീച്ചിയുടെ DPRന് വേണ്ടി 1 കോടി രൂപയും. അപ്പോൾ അതുകൂടി കൂട്ടിയാൽ ഒരു 20 കോടി രൂപ കൂടി 19,20,00,000 രൂപ കൂടി നമുക്ക് വീണ്ടും ലഭ്യമാകും. അങ്ങനെ വരുമ്പോൾ 180 കോടി രൂപ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മാത്രമുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. മണ്ഡലത്തിലെ ഭൂരിഭാഗം റോഡുകളും BMBC ആക്കി മാറ്റി. പുത്തൂർ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്ന ഫെബ്രുവരി പകുതിയോടെ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. അതിനായി പാർക്ക് സജ്ജമായി. ഈ അവസരത്തിൽ പാർക്കിനായി ഗതാഗത വകുപ്പ് അനുവദിച്ച ഡബിൾ ഡക്കർ ബസ് എത്തുമെന്നും മന്ത്രി രാജൻ പറഞ്ഞു. പുഴമള്ളത്തേക്കും പുഴയോരത്തേക്കും പോകുന്ന റോഡ് വരെയുള്ള ദൂരം ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ഉടനെ തന്നെ കുരിശുമൂല വരെയുള്ള ദൂരം കൂടി നമുക്ക് ടാർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആ ടാറിംഗ് പരിപാടിയുടെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്കിൽ ജനം ടിക്കറ്റ് കൊടുത്ത് വരാൻ പറ്റുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാകും. അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി ബസ് 2 ഇപ്പോൾ അനുവദിച്ചു. അതിനുള്ളിലുള്ള യാത്ര ഇലക്ട്രിക് ബസ് കൂടി ഉപയോഗപ്പെടുത്തണം. വിലങ്ങന്നൂർ ചെന്നായിപ്പാറ മലയോര ഹൈവേയിൽ ബോധപൂർവമായ ചില ഇടപെടലും തടസ്സങ്ങളും ഉണ്ടായി. എന്നാലും ഭൂമി ഏറ്റെടുക്കുന്നിടം മുതൽ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഭൂമി വിട്ടുതരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ചെന്നായിപ്പാറ തൊട്ട് പുളിഞ്ചോട് വരെ ഒക്കെയാണ്, വേറെ പ്രശ്നങ്ങളില്ല. നമ്മളിപ്പോൾ ടെൻഡറിലേക്ക് പോകാൻ പോവാണ്. അനുവദിച്ചാൽ അത് വിലങ്ങന്നൂർ വരെയാകും. അനുവദിച്ചില്ലെങ്കിൽ ചെന്നായിപ്പാറ തൊട്ട് നമുക്ക് ടെൻഡർ ചെയ്യേണ്ടി വരും. ബാക്കി വരുമ്പോൾ നോക്കാം എന്ന്. ഒല്ലൂർ ജംഗ്ഷൻ വികസനം ഉടനുണ്ടാകും. സംസ്ഥാനത്തെ ജംഗ്ഷൻ വികസനത്തിൽ അടുത്തതായി ആദ്യം ഭൂമി ഏറ്റെടുക്കുക ഒല്ലൂർ ജംഗ്ഷനിലാകും. ഇതിൽ തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മൾ പ്രഖ്യാപിച്ച ജംഗ്ഷൻ വികസനത്തിൽ ഭൂമി ഔപചാരികമായി ആദ്യം ഏറ്റെടുക്കാൻ പോകുന്നത് ഈ ഒല്ലൂരിലാണ്. 5 റോഡ് ജംഗ്ഷൻ വികസനത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിലയ്ക്ക് അനുവദിച്ചു. ആ 5-ൽ ഏറ്റവും ആദ്യം ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നത് ഒല്ലൂർ ജംഗ്ഷനിലാണ് എന്ന പ്രത്യേകത കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള വേഗതയേർന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. TCV തൃശൂർ. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന കൺവെൻഷൻ HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് അധ്യക്ഷത വഹിച്ചു. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ സുപ്രീംകോടതി പരാമർശത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ MK കണ്ണൻ, VS പ്രിൻസ്, TK സുധീഷ്, AK തങ്കപ്പൻ, KS ജോഷി, MM അവറാച്ചൻ, ലതാ ചന്ദ്രൻ, ഡേവിസ് വില്ലടത്തുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, 2005 വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിന്റെ കരട് പിൻവലിക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 10-ലധികം കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികളിലൊക്കെ ഒരുമിച്ച് നിന്ന് മാള മേലടൂരിൽ പത്ര ഏജന്റിനെ വെട്ടിയ കേസിൽ കരാട്ടെ പരിശീലകൻ അറസ്റ്റിൽ. വലിയപറമ്പ് സ്വദേശി പനവടലി വീട്ടിൽ തപസ് വേലുവാണ് അറസ്റ്റിലായത്. ഡിവൈഎസ്പിമാരായ CL ഷാജു, VK രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഈ മാസം 24-ന് പുലർച്ചെയാണ് പത്രം ഏജന്റായ മേലടൂർ സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് SFI പ്രവർത്തകനായ ഫാസിൽ കൊല്ലപ്പെട്ട കേസിൽ കുറ്റക്കാരെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച BJP പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും തൃശൂർ 1 അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ സംശയാസ്പദമായി കേസ് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് മുഴുവൻ പ്രതികളെയും കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത്. 2013 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 4 ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 38 സാക്ഷികളെ വിസ്തരിക്കുകയും 131 രേഖകൾ ഹാജരാക്കുകയും ചെയ്തെങ്കിലും സംശയാസ്പദമായി കേസ് തെളിയിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് 14 പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് PS ഈശ്വരൻ, അഡ്വക്കേറ്റ് TC കൃഷ്ണൻ നാരായണൻ, അഡ്വക്കേറ്റ് അക്ഷയ് ബാബുരാജ്, അഡ്വക്കേറ്റ് K സജിത്ത് എന്നിവർ ഹാജരായി. കുടുംബശ്രീ മിഷൻ ജില്ലാ ബഡ്സ് കലോത്സവം തൃശൂരിൽ നടന്നു. മന്ത്രി R ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 3 വേദികളിലായാണ് മത്സരം നടന്നത്. 20ഓളം സ്ഥാപനങ്ങളിൽ നിന്നായി 400ഓളം പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് പെരുമ്പിലാവ് മേഖലയിൽ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പെരുമ്പിലാവ് പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കിഴക്കേക്കര ഞാലിൽ സുജാതയുടെ 1 ഏക്കർ കതിരിട്ട നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. ഏകദേശം 50,000 രൂപ വില ലഭിക്കേണ്ട നെല്ലാണ് കരിഞ്ഞത്. പാടശേഖരത്തോട് ചേർന്നുള്ള ക്ഷേത്രക്കുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് സാധാരണ ജലസേചനം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇത് ലഭിക്കാതിരുന്നത് കൃഷി നശിക്കാൻ ഇടയാക്കിയെന്ന് സുജാതയുടെ ഭർത്താവ് പരമേശ്വരൻ പറഞ്ഞു. കടവല്ലൂർ മേഖലയിലെ പാടശേഖരങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. കൊയ്ത്തു പൂർത്തിയായ കർഷകർക്ക് മാത്രമാണ് ആശ്വാസം. കൊള്ളഞ്ചേരി, ഒറ്റപ്പിലാവ് എന്നിവിടങ്ങളിൽ ഇനിയും കൊയ്യാനുണ്ട്. മേഖലയിൽ ജലസേചനത്തിന് ആശ്രയിച്ചിരുന്ന തോടും വറ്റിത്തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാക്കുന്നു. TCV ന്യൂസ്, കുന്നംകുളം. ASF തൃശൂർ ജില്ലാ പ്രവർത്തക യോഗം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ ASF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AYF സംസ്ഥാന കമ്മിറ്റി അംഗം ലിനി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, ASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൈപ്പൂയത്തോടനുബന്ധിച്ച് കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രവും ബഹുനില പന്തലുകളും ദീപാലങ്കൃതമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി എഴുന്നള്ളിപ്പുകൾ ഞായറാഴ്ച രാവിലെ 11 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉച്ചതിരിഞ്ഞ് കണിമംഗലം, കണ്ണൻകുളങ്ങര, വെളിയന്നൂർ ദേശങ്ങളുടെ നേതൃത്വത്തിൽ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വൈകിട്ട് 7 മുതൽ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. ചൊവ്വാഴ്ച നടക്കുന്ന പള്ളിവേട്ടയോടെ ഉത്സവത്തിന് സമാപനമാകും. തൈപ്പൂയത്തോടനുബന്ധിച്ച് തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിച്ചു. ഫെബ്രുവരി 11 വെടിക്കെട്ട് നടത്താൻ അനുവദിക്കണമെന്നായിരുന്നു അപേക്ഷ. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുജന സുരക്ഷ മുൻനിർത്തി വെടിക്കെട്ടിനുള്ള അപേക്ഷ നിരസിച്ചതായി ADM അറിയിച്ചു. ആറാട്ടുപുഴ ദേവസംഗമത്തിന്റെ മുന്നൊരുക്കങ്ങളോടനുബന്ധിച്ച് പൂരത്തിലെ 24 പങ്കാളിത്ത ക്ഷേത്ര ഉപദേശക സമിതികളുടെ യോഗം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നു. വടക്കുന്നാഥ ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ നടന്ന യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൂരം നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് K രവീന്ദ്രൻ പറഞ്ഞു. ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു, ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ, പെരുവിനം ആറാട്ടുപുഴ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, മദ്യപാനം, രാസലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ പ്രവർത്തികൾ ഇവിടെ സ്ഥിരം സംഭവമായി മാറി.
ആരുടെയും കണ്ണെത്താത്ത ഭാഗമായതിനാൽ ഇതിനായി എത്തുന്നവർക്ക് മറ്റു തടസ്സങ്ങളുണ്ടാകുന്നില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടലിലും എത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ വിപണനവും ഇവിടെ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് തൊട്ടടുത്ത പുഴയിൽ മുങ്ങി മരിക്കാനിടയായ സംഭവം ഇവിടെ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. 2 ആഴ്ച മുൻപും പാലത്തിന് മുകളിൽ നിന്ന് ഒരു യുവാവ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. പുഴയുടെ മേലൂർ ഭാഗത്തെ കരയിൽ നിന്നും പാലത്തിന് അടിയിലേക്ക് ഇറങ്ങാൻ പടവുകളുണ്ട്. കുളിക്കടവ് എന്ന സമ്പ്രദായം ഇല്ലാത്തതിനാൽ പരിസരവാസികൾ ആരും ഇവിടെ വരാറില്ല. മത്സ്യം പിടിക്കുന്നതിന് മാത്രം കടവിലെത്തുന്നവരാകട്ടെ ഇതിനെതിരെ പ്രതികരിക്കാറുമില്ല. പോട്ടയിലെ യുവാവിന്റെ മരണത്തോടെ വെട്ടുകടവ് പാലത്തിനടിയിലെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വീണ്ടും ചർച്ചയായി. കൊരട്ടി, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതിയും നൽകി. പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം MS ബിജു ആവശ്യപ്പെട്ടു. ഈ പ്രദേശം മുഴുവൻ ആളുകളും വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ അവർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഈ പാലത്തിനടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേര് മദ്യം മാത്രമല്ല മറ്റ് എല്ലാവിധ ലഹരിയുടെ ഉപയോഗം കൂടെ നടക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഇങ്ങടെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനും പറ്റും. പക്ഷെ ഈ സാമൂഹിക വിരുദ്ധര് വന്ന് തമ്പടിക്കുന്ന കാരണം തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാളും ഇങ്ങോട്ട് താഴേക്ക് വരുന്നില്ല. അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. TCV ന്യൂസ്, ചാലക്കുടി. കൊടുങ്ങല്ലൂർ ഇടവിലങ്ങിൽ കടപ്പുറത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാര പുതിയ റോഡ് ബീച്ച് സ്വദേശി മുല്ലോത്ത് റോബർട്ടിന്റെ മകൻ ജോഫിയാണ് മരിച്ചത്. പുതിയ റോഡ് ബീച്ചിന് വടക്കുവശമാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവരെ ആദരിച്ചു. അയ്യന്തോൾ കോസ്റ്റ്ഫോർഡിൽ ആദരവ് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S അജി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, അഡ്വക്കേറ്റ് PK അബ്ദുൾ റഹ്മാൻ, അഡ്വക്കേറ്റ് ബിജു തോമസ്, അഡ്വക്കേറ്റ് PN സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തെ എഴുത്തും വായനയും ചേർത്ത് നെയ്തെടുക്കുകയാണ് കടപ്പുറം സ്വദേശിയായ അഹമ്മദ് മൊയ്നുദ്ദീൻ. ചിന്ത പബ്ലിക്കേഷൻസിലെ ജീവനക്കാരനായ മൊയ്നുദ്ദീന് അക്ഷരങ്ങൾ തന്നെയാണ് അടുത്ത കൂട്ടുകാർ. ഇത് അഹമ്മദ് മൊയ്നുദ്ദീൻ. പേര് കേട്ടാൽ ഒരുപക്ഷെ അറിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ വരികൾ കേട്ടാൽ തീർച്ചയായും ഇദ്ദേഹത്തെ തിരിച്ചറിയും. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. 50ഓളം ഗസൽ ഗാനങ്ങൾ, കവിതാ സമാഹാരങ്ങൾ, കഥകൾ, 2 സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ തുടങ്ങി നിരവധി രചനകൾക്ക് പിന്നിലെ തൂലിക മൊയ്നുദ്ദീൻ്റെതാണ്. കടപ്പുറം പഞ്ചായത്തിൽ PR കുഞ്ഞിമോന്റെയും ചാലിൽ ഷെരീഫിയുടെയും ഇളയ മകനായ മൊയ്നുദ്ദീൻ 18ാമത്തെ വയസ്സിലാണ് എഴുത്തിന്റെ വഴി തിരഞ്ഞെടുത്തത്. ഗൾഫിൽ ഫോട്ടോഗ്രാഫറായും ഫാസ്റ്റ് ഫുഡ് മേഖലയിലും പ്രവാസ ജീവിതം നയിച്ച ഇദ്ദേഹം പിന്നീട് തന്റെ തൊഴിലിടം കണ്ടെത്തിയത് പുസ്തകങ്ങൾക്കിടയിലാണ്. ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം പുസ്തകങ്ങളോടുള്ള ഒരു ഇഷ്ടം. നമുക്കതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുക. ഞാൻ ഒരു 10ാം ക്ലാസ് മുതൽ തന്നെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടൊക്കെ ആ കാലത്തിൽ ലളിതഗാനങ്ങൾ, പാട്ടുകളൊക്കെ അങ്ങനെ എഴുതി. പിന്നെ സ്കൂളിന് വേണ്ടി നാടകങ്ങൾ ചെയ്തിരുന്നു. 5-6 ഏകാംഗങ്ങൾ അന്ന് അക്കാലത്ത് ചെയ്തു. പിന്നെ ഇപ്പോൾ നാടകം വല്ലാണ്ട് ജമ്പ് ചെയ്ത് പോയി, നമ്മളെ പിടുത്തൊന്നും തരാതെ. 18 വയസ്സ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിന്ത പബ്ലിക്കേഷൻസിലെ പുസ്തകോത്സവ വിഭാഗത്തിലെ ജീവനക്കാരനായ മൊയ്നുദ്ദീൻ അക്ഷരത്തോണിയിലേറിയുള്ള തന്റെ പ്രയാണം തുടരുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മുൻ ധനമന്ത്രി KM മാണിയുടെ 93ാമത് ജന്മദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാരുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് താഴേക്കാടൻ, ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ VM മാണി, ഹിറ്റ്ലസ് ചാക്കുണ്ണി, ബിനിൽ പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായി ഇല്ലാത്ത ഭാനുപ്രകാശിന് കൃഷി ജീവവായുവാണ്. പഴയന്നൂർ സ്വദേശിയായ ഭാനുപ്രകാശ് വർഷങ്ങളായി സുഹൃത്തുക്കളുടെ കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. പയർ, പാവൽ, മുളക്, വഴുതന, വെണ്ട, മത്തൻ, കുമ്പളം, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി നിരവധി കൃഷികൾ ജൈവരീതിയിൽ ചെയ്തു വരുന്നു. കൂടാതെ ചെണ്ടുമല്ലി പോലെയുള്ള പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിന് വിഷമില്ലാത്ത പച്ചക്കറി എന്ന ചിന്തയിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ഇന്ന് ഒരു വരുമാന മാർഗം കൂടിയാണ്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റേതുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്.
പ്രദേശവാസികൾ കാലത്ത് 6 മണിക്ക് മുമ്പ് തന്നെ ഭാനുപ്രകാശിന്റെ തോട്ടത്തിലെത്തി പച്ചക്കറികൾ വാങ്ങുന്നത് ഇപ്പോൾ നിത്യകാഴ്ചയായി മാറി. മാധ്യമപ്രവർത്തകൻ കൂടിയായ ഭാനുപ്രകാശിന് സഹായിയായി ഭാര്യ രേഖ ഒപ്പമുണ്ട്. TCV ന്യൂസ്, ചേലക്കര. റിപ്പബ്ലിക് ദിനത്തിൽ തിരുവല്ലോമലയിലെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തർക്കം. ഭരണസമിതിയുടെ വിശദീകരണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും 9 പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. വിഷയത്തിൽ UDFന്റെ പഞ്ചായത്ത് അംഗം ജാഫർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ബിന്ദുവിന് പരാതി നൽകി. കഠിനാധ്വാനത്തിലൂടെയാണ് തൃക്കൂർ പൊന്നൂക്കര സ്വദേശി സവിത KS സ്ട്രീം 2 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത്. കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് തനിക്ക് കരുത്തായതെന്ന് സവിത പറയുന്നു. തൊഴിൽ വകുപ്പിലെ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൽ ക്ലർക്കാണ് സവിത. പൊന്നൂക്കര നെല്ലിശ്ശേരി വീട്ടിൽ അഖിലിന്റെ ഭാര്യയായ സവിത 2019 LDC ആയാണ് PSC നിയമനം നേടിയത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ BSc മാത്തമാറ്റിക്സ് പഠിച്ച സവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2ാം റാങ്കോടെയാണ് ബിരുദം നേടിയത്. ഒഴിവു സമയത്തെ പഠനത്തിലൂടെയാണ് KAS എന്ന നേട്ടം കൈവരിച്ചത്. തിരുവനന്തപുരത്തെ KAS മെന്റർ എന്ന സ്ഥാപനത്തിലെ ഓൺലൈൻ പരിശീലനമാണ് സവിതയ്ക്ക് തുണയായത്. 2020 ആദ്യ ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചില്ല. തുടർന്നും ജോലിയും പഠനവും ഊർജിതമായി തുടർന്നപ്പോൾ KAS എന്ന കടമ്പയും സവിത വിജയകരമായി പൂർത്തിയാക്കി. പൊതുമരാമത്ത് വകുപ്പ് കോൺട്രാക്ടറായ അഖിലും കുടുംബവും തന്നെയാണ് തന്റെ വിജയത്തിന് തുണയായി നിന്നതെന്ന് സവിത പറയുന്നു. പ്രതീക്ഷിച്ചില്ല, അറ്റംപ്റ്റ് കൊടുത്തു, അത്യാവശ്യം അറ്റംപ്റ്റ് കൊടുത്തു. എന്റെ 2 ഫാമിലി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എന്റെ പാരന്റ്സും ഇവിടെ ഹസ്ബൻഡ് സൈഡിൽ നിന്നും ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കൊളീഗ്സ് എന്നെ മാക്സിമം പ്രൊമോട്ട് ചെയ്തു. കോടാലി മുരിക്കങ്ങൽ ശിവന്റെയും ഷീജയുടെയും മകളായ സവിതയ്ക്ക് മലയാളം മെലഡികൾ കേൾക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതുമാണ് ഒഴിവു സമയ വിനോദങ്ങൾ. TCV ന്യൂസ്, പുതുക്കാട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മിത്രഭാവനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. തൃശൂരും തിരുവനന്തപുരത്തും UDFന് കൂടുതൽ MLA മാർ വന്നാൽ മാത്രമേ ഭരണം നേടാനാകൂവെന്നും മുരളീധരൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ലെന്നും മുരളീധരൻ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. റോയിയുടെ ഡയറിയും മൊബൈൽ ഫോണുകളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. 3ാം മോദി സർക്കാരിന്റെ 3ാം ബജറ്റ് ഞായറാഴ്ച. ആദായനികുതിയിലടക്കം പുതിയ പരിഷ്കാരങ്ങൾ വരുമോ എന്ന് ഉറ്റുനോക്കി രാജ്യം. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച് കേരളം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് ബലക്ഷയം. അറ്റകുറ്റപ്പണികൾക്കായി പാലം അടയ്ക്കും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. കാട്ടൂർ സ്വദേശിനിയുടെ 8.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RDO ഓഫീസിൽ സൂക്ഷിച്ചത്. തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വൻ ജനപങ്കാളിത്തം. നാടകോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല വീഴും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.